നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കിടെ ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. മംഗളൂരുവിൽ ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഒരാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളതായി പോലീസ്. മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കൈ ഭാഗങ്ങളിൽ വ്യാപക നാശം. വീടുകൾ തകരുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ താരമായി ഉണ്ണിരാജ് ചെറുവത്തൂർ. സഹപാഠി സ്നേഹം വിലമതിക്കാനാവാത്ത അമൂല്യ സമ്പത്താണെന്ന് ഉണ്ണിരാജ്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 2 കിലോയോളം കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. നീലേശ്വരത്തെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിക്കുന്നതിനിടയിൽ ചെറുവത്തൂർ മട്ടലായിൽ ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. രാത്രി പകൽ വ്യത്യാസമില്ലാതെ മലയുടെ അടിവാരത്ത് നിരീക്ഷണ പവലിയൻ സ്ഥാപിക്കുവാനാണ് തീരുമാനമായത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വീരമലക്കുന്ന് ഇടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് കണക്കിലെടുത്താണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്. മഴക്കാലം വന്നാൽ മലയുടെ അടിവാരത്തുള്ള ഗതാഗതം ഒഴിവാക്കി ഒരു ഭാഗത്തു കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. കുന്നിന് സമീപത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കും. കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലെ മുൻകരുതലുകൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് വീരമലക്കുന്നിന് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഇത്തവണത്തെ മഴക്കാലം കൂടി നോക്കി സുരക്ഷാ ഭിത്തി കൂടുതൽ മുകളിലേക്ക് കെട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം പരിശോധിക്കാമെന്നാണ് യോഗത്തിലെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ചെറുവത്തൂർ ഞാണങ്കൈ മട്ടലായി കുന്നിൽ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മംഗളൂരുവിൽ ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതിലൊരാൾ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളയാളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മംഗളൂരുവിൽ വലിയ പ്രതിഷേധത്തിനും സംഘർഷങ്ങൾക്കും ഇടയാക്കിയ കൊലപാതക കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ 11 മംഗളൂരുവിലെ സജീവ ബജരംഗ് ദൾ പ്രവർത്തകനും സൂറത്കലിലെ ഫാസിൽ കൊലപാതക കേസിലെ പ്രതിയുമായ ബജ്പയിലെ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഹാസൻ, ജയാർപുരത്തെ നൌഷാദ് എന്ന വാമഞ്ചൂർ നൌഷാദ് എന്ന ചൊട്ട നൌഷാദ്, കളവാറു ആശ്രയ സങ്കേതത്തിലെ അസറുദ്ദീൻ എന്ന അജ്ജു എന്ന അൻവർ, ഉടുപ്പി കാപ്പുവിലെ അബ്ദുൽ ഖാദർ എന്ന നൌഫൽ എന്നിവരെയാണ് സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അറസ്റ്റിലായ നൌഷാദിന് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാൾക്കെതിരെ സൂറത്കൽ, ബജ്പൈ, മൂടുബിദ്രി, ബണ്ട്വാൾ പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കേസുകളുള്ളതായും പോലീസ് പറഞ്ഞു. അസറുദ്ദീനെതിരെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. സുഹാസ് ഷെട്ടിയുടെ യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൊലയാളി സംഘത്തിന് കൈമാറിയത് അസറുദ്ദീനാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അബ്ദുൽ ഖാദറാണ് കൊലയാളി സംഘം ഉപയോഗിച്ച കാർ ഏർപ്പെടുത്തി കൊടുത്തതെന്നും അന്വേഷണ സംഘം കൂട്ടിച്ചേർത്തു. ഈ 3 പേർ കൂടി അറസ്റ്റിലായതോടെ മംഗളൂരുവിൽ വലിയ പ്രതിഷേധത്തിനും സംഘർഷങ്ങൾക്കും ഇടയാക്കിയ കൊലപാതക കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. മംഗളൂരു ബജ്പെ ശാന്തിഗുഡയിലെ അബ്ദുൽ സഫ്വാൻ, നിയാസ്, മുഹമ്മദ് മുസമിർ, കർസുഗുഡയിലെ കലന്തർ ഷാഫി, മംഗളാപേട്ടയിലെ ആതിൽ മെഹ്റൂഫ്, ചിക്കമംഗളൂരു മാവിനക്കര കൊട്ടെഹൊളയിലെ എം നാഗരാജ്, തോക്കൂർ ജോക്കട്ടയിലെ മുഹമ്മദ് റിസ്വാൻ, രഞ്ജിത്ത് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായ 8 പേർ. ഇതിൽ ആദിൽ മെഹ്റൂഫ് സൂറത്കല്ലിൽ 2022 കൊല്ലപ്പെട്ട ഫാസിലിന്റെ സഹോദരനാണ്. മെയ് 1 രാത്രിയിലാണ് സുഹാസ് ഷെട്ടി കൊല്ലപ്പെട്ടത്. ബജ്പൈ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിന്നിപ്പതവ് ജംഗ്ഷനിൽ നടു റോട്ടിൽ സുഹാസ് ഷെട്ടിയുടെ കാറിൽ വാഹനമിടിപ്പിച്ച് തടഞ്ഞു നിർത്തുകയും പുറത്തിറങ്ങിയ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചേറ്റുകുണ്ടിലെ ദീപയുടെയും കുഞ്ഞിന്റെയും മരണം. 12 മണിക്കൂർ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സമരം നടത്തി കുടുംബവും കർമ്മസമിതിയും.
നോർത്ത് കോട്ടുചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ പ്രവാസി സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ രാസപരിശോധന ഫലം വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഡോക്ടർ രേഷ്മയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഡോക്ടർ ഇനി പ്രസവ ചികിത്സ നടത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മ ആശുപത്രിക്ക് മുന്നിൽ 12 മണിക്കൂർ നിരാഹാര സമരം നടത്തി. രാവിലെ 8 മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നീണ്ട കാലത്തിന് ശേഷം ഒരു പ്രസവം നടക്കുമ്പോൾ ആ പ്രസവത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് സാധാരണ സ്ത്രീകൾക്ക് പോലും അറിയാവുന്നതാണ്. ഇത്രയും പ്രഗത്ഭയായ ഡോക്ടർ അതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ അൾട്രാ സ്കാനിങ് പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ആ ഗർഭം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധി കാണിക്കാത്തത് ആ ഡോക്ടറുടെ അനാസ്ഥയാണ്, അവരുടെ സേവനത്തോടുള്ള ഒരു അനീതിയാണ്. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ എം കുമാരൻ അധ്യക്ഷനായി. ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് മുക്കൂട്, വർക്കിംഗ് ചെയർമാൻ നാസ്നീം ബഹാവ്, ട്രഷറർ സുകുമാരൻ പൂച്ചക്കാട്, പഞ്ചായത്ത് മെമ്പർ അബ്ബാസ് തെക്കുപുറം, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പി കെ അബ്ദുള്ള, ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, സത്യൻ പൂച്ചക്കാട്, സുധാകരൻ പള്ളിക്കര, അരുണൻ ചേറ്റുകുണ്ട്, പ്രീതി വിജയൻ, ഫയാസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു. തെറ്റായ തിരക്കഥ തയ്യാറാക്കിയ ഡോക്ടർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും ശക്തമായി പോരാടാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഴയ്ക്കൊപ്പമെത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കൈ ഭാഗങ്ങളിൽ വ്യാപക നാശം. വളർത്തുപോത്ത് മിന്നലേറ്റ് ചത്തു. വീടുകൾ തകരുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ 12-ാം വാർഡിലെ വാഴപ്പള്ളി മുഹമ്മദ് കുഞ്ഞിയുടെ വീടിന് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ മുന്നിലെ ഓഫീസ് മുറിയുടെ ചുമർ ഇടിമിന്നലിൽ തകർന്നു. വീട്ടുവളപ്പിൽ കെട്ടിയിരുന്ന 2 വയസ്സുള്ള പോത്ത് മിന്നലേറ്റ് ചത്തു. കിടപ്പുമുറിയിലെ എയർ കണ്ടീഷണർ, 2 ഫാനുകൾ, ഇൻവെർട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ കത്തിനശിച്ചു. രാത്രിയിലാണ് സംഭവം. മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യയും മക്കളും ചെറുമക്കളും വീടിനകത്തുണ്ടായിരുന്നു. പടന്ന ടൗണിനടുത്തുള്ള താഴെ പാറക്കടവ് റോഡിലെ കർഷകൻ പി കെ മുഹമ്മദ് കുഞ്ഞിയുടെ വീടിന്റെ കാർപോർച്ചിന്റെ തൂൺ ഇടിമിന്നലിൽ തകർന്നു. വീടിന്റെ 5 ഫാനുകളും AC-യും ട്യൂബ് ലൈറ്റുകളും കത്തിനശിച്ചു. സംഭവം നടക്കുമ്പോൾ വീടിന്റെ കിടപ്പുമുറിയിൽ ഇരിക്കുകയായിരുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യ സുബൈദയും മാതാവ് കുഞ്ഞാമിനെയും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മിന്നലിൽ മുറിയിലെ ഫാനിന്റെ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. വീടിന്റെ വൈദ്യുത മീറ്റർ ബോർഡിലെ ഫ്യൂസുകൾ പൊട്ടിത്തെറിച്ചു. വീട്ടുമുറ്റത്തെ തെങ്ങ് തീപിടിച്ച് കത്തി. 3 കവുങ്ങുകളും കരിഞ്ഞു. അങ്ങനെ ഞാൻ വരുമ്പോൾ ഇവിടെ ലൈറ്റൊന്നും കാണില്ല. ഒരു തെങ്ങും പോയി, 3 കഴുങ്ങ്, പില്ലർ, 6 കുറച്ചുണ്ടായി പില്ലർ അതിക്ക് അടിച്ചിട്ട് അത് കുറച്ച് കീറിയിട്ട് ഇഷ്ടികലും പുറത്തേക്ക് വന്നു. അകത്ത് ഫാന്, 4-5 ഫാൻ, 3 ട്യൂബ് ഇതെല്ലാം പോയി. ബാക്കിൽ കണക്ഷൻ, മെയിൻ കണക്ഷൻ അവിടെ കത്തീന്, KSE-ബിൻ്റെ കത്തീന്. പീസും പോയി, 3 പീസും പോയി. ഉള്ളിലൊന്നും ആയിട്ടില്ല. ജനപ്രതിനിധികളും റവന്യൂ, മൃഗസംരക്ഷണ വകുപ്പ്, പഞ്ചായത്ത്, വൈദ്യുത ബോർഡ് അധികൃതരും വീടുകൾ സന്ദർശിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ താരമായി ഉണ്ണിരാജ് ചെറുവത്തൂർ. സ്വതസിദ്ധമായ ശൈലിയിലൂടെയുള്ള നർമ്മത്തിൽ ചാലിച്ച ഉണ്ണിരാജിന്റെ ഉദ്ഘാടന പ്രസംഗം സദസ്സ് ഹർഷാരവത്തോടെയാണ് ശ്രവിച്ചത്. കാസർഗോഡിന്റേത് സ്നേഹത്തിന്റെ ഭാഷയാണെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജീവിതത്തിലെ അപൂർവ മാധുര്യമെന്നും സഹപാഠി സ്നേഹം വിലമതിക്കാനാവാത്ത അമൂല്യ സമ്പത്താണെന്നും ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു. 1939 ആരംഭിച്ച് 2025 വരെ പഠിച്ച് പുറത്തിറങ്ങിയ നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആദ്യമായി സംഗമിച്ചപ്പോൾ അത് ഓർമ്മകൾ പെയ്തിറങ്ങിയ മനോഹരമായ വേദിയായി മാറി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ തൻബീഹുൽ ഇസ്ലാം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അഥവാ TOSയുടെ നേതൃത്വത്തിലാണ് അലുമിനി മീറ്റ് സംഘടിപ്പിച്ചത്. TOSയുടെ നേതൃത്വത്തിൽ വരും വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന മെഗാ ഈവന്റിന്റെ മുന്നോടിയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
സ്കൂൾ ഓർമ്മകളോട് ചേർന്നുള്ള ഫസ്റ്റ് ബെൽ എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത്. കുടുംബവുമായി വന്നിരുന്ന 1000-ഓളം പൂർവ്വ വിദ്യാർത്ഥികളെ സാക്ഷിയാക്കി പ്രമുഖ സീരിയൽ സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നർമ്മത്തിൽ ചാലിച്ച സ്വതസിദ്ധമായ ശൈലിയിലൂടെയുള്ള ഉണ്ണിരാജിൻ്റെ ഉദ്ഘാടന പ്രസംഗം സദസ്സ് ഹർഷാരവത്തോടെയാണ് ശ്രവിച്ചത്. കാസർഗോഡിൻ്റേത് സ്നേഹത്തിൻ്റെ ഭാഷയാണെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജീവിതത്തിലെ അപൂർവ മാധുര്യമാണെന്നും സഹപാഠി സ്നേഹം വിലമതിക്കുവാനാവാത്ത അമൂല്യ സമ്പത്താണെന്നും ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു. ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപക്ഷെ കാസർഗോഡ് ജില്ല കേരളത്തിന്റെ നമ്പർ 1. ഒരു സംശയമില്ല, ഇത് ചരിത്രമാണ്. ഇത് ഞാൻ വെറുതെ എന്നെ വിളിച്ചോട്ട് പറയുന്നതല്ല, എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത് രാത്രിയാണ്, ഈവനിങ് ആണ്. ഈവനിങ് ഇത്ര ആൾക്കാർ വന്ന് എങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടില്ല. ഞാൻ കുറേ പരിപാടി ഇപ്പം അടുത്ത് പോകുന്നുണ്ട്. ഇതെല്ലാവരും മുതിർന്നവർ എല്ലാവരും എന്തൊരു ആക്റ്റീവാണ്, എന്തൊരു ഉഷാറാണ്. അപ്പൊ ഇത് ഇങ്ങനെ സംഘടിപ്പിച്ച സംഘാടകരുടെ സ്നേഹം അത്ഭുതമാണ്. ഇത് അത്ഭുതമാണ്, എല്ലാം അത്ഭുതമാണ്. ഭയങ്കര സംഭവമാണ്, പവറാണ്. എന്തായാലും സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മയാണ്. അത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തിരക്കിലും ഇത്രയാണ് എത്തിച്ചു എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് വലിയൊരു സംഭവമാണ്. പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അംഗത്വമെടുക്കുവാനുള്ള അവസരം ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും നടന്നു. ഡാൻസ്, ഒപ്പന, ഗാനമേള തുടങ്ങിയ പരിപാടികൾ ഫസ്റ്റ് ബെല്ലിനെ ആഘോഷമാക്കി. സ്വാഗത സംഘം ചെയർമാൻ PB അച്ചു അധ്യക്ഷത വഹിച്ചു. അലുമിനി മീറ്റിൻ്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത സ്വാഗത സംഘം സബ് കമ്മിറ്റി കൺവീനർമാരായ അമീർ ഖാലി, മുസ്തഫ AL, ഉമ്മർ പാണലം, അമീൻ AL, അഷ്റഫ് NU, മിർഷാദ് ബല്ലാരി, ഹമീദ് നെക്കരെ, അസ്ലം AL, അൻവർ TP എന്നിവരെ TOSയുടെ ചെയർമാൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ആഷിഫ് TI സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അൻവർ ചോക്ലേറ്റ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരത്ത് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 2 കിലോയോളം കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. നീലേശ്വരം കരുവാച്ചേരിയിൽ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. 1.923 കിലോഗ്രാം കഞ്ചാവുമായി 2 പേരെ നീലേശ്വരം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N വൈശാഖും സംഘവും അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് ആവിക്കര LP സ്കൂളിന് സമീപത്തെ A നവിത്, കുശാൽ നഗർ നരസിംഹ ഹൗസിൽ HA അശ്വന്ത് എന്നിവരെയാണ് നീലേശ്വരം കരുവാച്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് രാത്രി 8:30 മണിയോടെയാണ് ഇരുവരെയും പിടികൂടിയത്. കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജൻ P, പ്രിവന്റീവ് ഓഫീസർ പ്രസാദ് MM, പ്രിവന്റീവ് ഓഫീസർ പ്രജിത് കുമാർ KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബാബു V, ദിനൂപ് K, നസറുദ്ദീൻ AK, ശൈലേഷ് കുമാർ, എക്സൈസ് ഓഫീസർ മഞ്ജുനാഥ് V, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലീമ PK, ഡ്രൈവർ രാജീവൻ P എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആതുര സേവന രംഗത്തേക്ക് പ്രവേശിച്ച നാട്ടിലെ യുവ ഡോക്ടർമാരെ മൊഗ്രാൽ ദേശീയ വേദിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മൊഗ്രാൽ ഇശൽ ഗ്രാമം ഡോക്ടേഴ്സ് ഗ്രാമമായി രൂപാന്തരപ്പെടുന്നത് വിദ്യാഭ്യാസ പുരോഗതി വിളിച്ചോതുന്നു എന്ന് ഡോക്ടർ ജമാൽ അഹമ്മദ് പറഞ്ഞു. മൊഗ്രാൽ ഗ്രാമത്തിൽ നിന്ന് ആതുര സേവന രംഗത്തേക്ക് പ്രവേശിച്ച 4 യുവ ഡോക്ടർമാർക്ക് മൊഗ്രാൽ ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ അനുമോദന പരിപാടി കാസർഗോഡ് ജനറൽ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ് ആതുര സേവന രംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇശൽ ഗ്രാമം പതിയെ പതിയെ ഡോക്ടേഴ്സ് ഗ്രാമമായി രൂപാന്തരപ്പെടുന്നത് നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ദേശീയവേദി പ്രസിഡന്റ് TK അൻവർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും ശ്വാസകോശ രോഗ വിദഗ്ധനുമായ ഡോക്ടർ അബ്ദുൽ സത്താർ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
പുതുതായി ആതുര സേവന രംഗത്തിറങ്ങിയ ഡോക്ടർ ഫൈറൂസ് ഹസീന MK, ഡോക്ടർ ഫാത്തിമത്ത് സിയാന AM, ഡോക്ടർ ആമിന റുഷാഫിദ KA, ഡോക്ടർ ഫാത്തിമ ആദില എന്നീ ഡോക്ടർമാർക്കും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി മെറിറ്റ് അടിസ്ഥാനത്തിൽ മെഡിക്കൽ സീറ്റിൽ പ്രവേശനം നേടിയ ഇഷ ഷാജഹാൻ, ആയിഷ അഷ്റഫ് എന്നീ വിദ്യാർത്ഥികൾക്കുമാണ് മൊഗ്രാൽ ദേശീയവേദി അനുമോദന പരിപാടി ഒരുക്കിയത്. ഡോക്ടർ ജമാൽ അഹമ്മദ്, ഡോക്ടർ അബ്ദുൽ സത്താർ, കുമ്പള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസിർ മൊഗ്രാൽ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ M മാഹിൻ, മുൻ പഞ്ചായത്ത് അംഗം TM ഷുഹൈബ്, മൊഗ്രാൽ GVHSS PTA പ്രസിഡന്റ് അഷ്റഫ് പെർവാഡ് എന്നിവർ ദേശീയവേദിയുടെ ഉപഹാരം സമർപ്പിച്ചു. തുടർന്ന് യുവ ഡോക്ടർമാർ സ്വീകരണത്തിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിൽ MA അബ്ദുൾ റഹ്മാൻ സുർത്തിമുല്ല, സെഡ് മൊഗ്രാൽ, അധ്യാപകരായ ഷിഹാബ്, അബ്ദുൽ ഖാദർ, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BN മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഖാദർ മൊഗ്രാൽ, MA അബൂബക്കർ സിദ്ദീഖ്, റിയാസ് കരീം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി MA മൂസ സ്വാഗതവും ട്രഷറർ PM മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം അബുഹൈൽ KMCC ആസ്ഥാനത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ തൊട്ടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം അബുഹൈൽ KMCC ആസ്ഥാനത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ തൊട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകത്തും നാട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക ശാക്തീകരണത്തിന് പ്രവാസികളുടെ പങ്ക് മഹത്തരമാണെന്ന് യോഗത്തിൽ സംസാരിക്കവേ എഴുത്തുകാരനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ ഷെരീഫ് സാഗർ അഭിപ്രായപ്പെട്ടു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഫ്സൽ മെട്ടമ്മൽ, ജില്ലാ ഭാരവാഹികളായ സലാം തട്ടാഞ്ചേരി, ഇസ്മായിൽ നാലാംവാതുക്കൽ, സുബൈർ അബ്ദുള്ള, റഫീഖ് പടന്ന, ഫൈസൽ മൊഹസിൻ തളങ്കര, CA ബഷീർ പള്ളിക്കര, അഷ്റഫ് ബായാർ, സുബൈർ കുബണൂർ, സിദ്ദീഖ് ചൌട്ട്കി, ബഷീർ പാറപ്പള്ളി, ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനും അമ്പിത്താടിയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കാടുമൂടിയ നിലയിലുള്ള വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനും അമ്പിത്താടിയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ കാടുമൂടിയ നിലയിലുള്ള വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഗുരുതര ഭീഷണിയാവുന്നു. മഴക്കാലം ആരംഭിക്കാനിരിക്കെ അധികൃതർ ഇതുവരെയും വിഷയത്തിൽ ഇടപെടാത്തത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട്. ദിവസേന ബസ് സ്റ്റോപ്പിലെത്തുന്ന വിദ്യാർത്ഥികളും യാത്രക്കാരും കാടുമൂടിയ ട്രാൻസ്ഫോമറുകളുടെ അടുത്തുകൂടിയാണ് കടന്നു പോകേണ്ടത്. ചുറ്റും വളർന്നിരിക്കുന്ന പുല്ലുകൾ കൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ട്രാൻസ്ഫോമറുകൾ മഴയിൽ വെള്ളം തട്ടുന്നതോടെ അപകട സാധ്യത ഇരട്ടിയാക്കും. പലതവണ പരാതികൾ ഉന്നയിച്ചിട്ടും KSEB അടക്കം ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ജനപ്രതിനിധികളും വിഷയത്തിന് നേരെ കണ്ണടയ്ക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഒരു വ്യവസ്ഥ ഉള്ള ഒരു മഞ്ചേശ്വര രാഗം ജംഗ്ഷൻ്റെ ഒരു പ്ലേസാണ്. ഇപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ്, അപ്പുറത്ത് ബിൽഡിങ്, ആൾക്കാർ 1000 കണക്ക് വന്നിട്ട് കാസർഗോഡ് പോകുന്നതിനകത്തെ ജാഗക്ക് ആ റോട്ടിലേക്ക് പോകുന്നതിനകത്തെ ആൾക്കാർ വന്നിട്ട് നിനക്കത്തെ ഒരു വ്യവസ്ഥ ഉള്ള എനിക്കത്തെ ഒരു ജാഗ ഇവിടെ ഈ KSEBിൻ്റെ ഇതൊരു ട്രാൻസ്ഫോർമർ കമ്പൗണ്ടായിട്ട് എല്ലാവർക്കും ഒരു ഭയത്തിൻ്റെ ഒരു വാതാവരണമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അതിൻ്റെ താഴെ ഫുള്ള് കംപ്ലീറ്റ് പച്ച ചെടികളാണുള്ളത്. അതിനൊരു കൊത്തിയിട്ടാവട്ട് അതല്ലാതെ ഫുട്പാത്തിലാണ് ഈ ട്രാൻസ്ഫോർമർ കമ്പമുള്ളത്. ഈനെ KSEBിനൊരു എത്ര പെട്ടെന്ന് എടുത്തില്ലാണ്ടൊക്കെ കൂടെ അപകടങ്ങൾ സംഭവിക്കുന്നതിലേക്ക് യാതൊരു സംശയമില്ല. അപകടം സംഭവിച്ച ശേഷം മാത്രം ദൃഢ നടപടികൾ സ്വീകരിച്ച് കാര്യമില്ലെന്നും ഉടൻ തന്നെ പരിശോധന നടത്തി ട്രാൻസ്ഫോമറുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബദിയടുക്ക ഗാഡികുട്ടയിലെ ശ്രീ ഭാരതാംബ ഭജന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സഞ്ജീവ ഷെട്ടി മൊട്ടെക്കുഞ്ച ശിലാസ്ഥാപനം നടത്തി. ബദിയടുക്ക ഗാഡിഗുഡയിലെ ശ്രീ ഭാരതാംബ ഭജന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഭക്തിയുടെ നിറവിൽ നടന്നു. ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശതന്ത്രിയുടെ നേതൃത്വത്തിലാണ് ശിലാസ്ഥാപനം നടന്നത്. സഞ്ജീവ ഷെട്ടി മൊട്ടെക്കുഞ്ചെ ശിലാസ്ഥാപനം നടത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ സഞ്ജീവ ഷെട്ടി മൊട്ടെക്കുഞ്ച അധ്യക്ഷത വഹിക്കുകയും ഭജനമന്ദിരത്തിന്റെ ഇന്നലകളെക്കുറിച്ചും രൂപരേഖയെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു.
ഗോപാലകൃഷ്ണ പൈ ബദിയെടുക്ക, ഹരിനാരായണ ശിരന്തെടുക്ക, എ ജി ഗണേഷ് ഷെട്ടി മല്ലാവര, ചല്ലന്തെടുക്ക ഗോപാലമണിയാണി, വസന്ത ഷെട്ടി കാർലെ, ചന്തു മാസ്റ്റർ, ജനനി എം, രത്നാകര എം, സന്തോഷ് സി എം, അഖിലേഷ് നകുമുഖം, ദേവാനന്ദ ഷെട്ടി കാനക്കോട്, രാധാകൃഷ്ണ എം മിഞ്ചിപ്പതവ്, എം എസ് ഹരിപ്രസാദ്, യശോദ എന്നിവർ സംസാരിച്ചു. യതീഷ് കുമാർ റൈ സ്വാഗതവും ചിദാനന്ദ ബലേക്കള നന്ദിയും പറഞ്ഞു. രാജേഷ് ഷെട്ടി ബലേക്കള പരിപാടിയുടെ അവതാരകനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് മെയ് 18 തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പൂച്ചക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെയ് 18 മുതൽ 25 വരെ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. 18 രാവിലെ 10 മണിക്ക് ക്ഷേത്രപരിധിയിലെ തെക്കേക്കര, മൊട്ടംചിറ, അടുക്കം, തോട്ടം, കിഴക്കേക്കര, കീക്കാൻ, ചേറ്റുകുണ്ട് എന്നീ പ്രാദേശിക സമിതികളിൽ നിന്ന് കലവറ ഘോഷയാത്രകൾ പുറപ്പെട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കും. 4 മണിക്ക് യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രി KU പത്മനാഭ തന്ത്രികൾ എന്നിവർക്ക് പൂർണ്ണകുംഭത്തോടെ വരവേൽപ്പ് നൽകും. ചേറ്റുകൊണ്ട് അയ്യപ്പവചന മന്ദിരത്തിൽ നിന്നും പുറപ്പെടുന്ന ആചാര്യ വരവേൽപ്പ് ഘോഷയാത്ര നാളെ 30 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 5 മണിക്ക് ക്ഷേത്രം തന്ത്രി KU പത്മനാഭ തന്ത്രികൾ യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 7 മണി വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൽ വിഷ്ണു സഹസ്രനാമം, സമൂഹ പാരായണം, സമൂഹാർച്ചന, നാമസങ്കീർത്തനം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് ഡോക്ടർ M ബൽറാം നമ്പ്യാർ, ജനറൽ സെക്രട്ടറി M കൃഷ്ണൻ, ട്രഷറർ K രവിവർമ്മൻ, വൈസ് പ്രസിഡന്റുമാരായ P കുഞ്ഞിരാമൻ, CH രാഘവൻ, P അനന്തരാമ, സെക്രട്ടറിമാരായ P രാജൻ, K നാരായണൻ, PK ജനാർദ്ദനൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ K നാരായണൻ, കൺവീനർ സതീഷ് കാവടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിക്കിടെ ഒരു തൊഴിലാളി മരിക്കുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. മംഗളൂരുവിൽ ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഒരാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളതായി പോലീസ്. മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കൈ ഭാഗങ്ങളിൽ വ്യാപക നാശം. വീടുകൾ തകരുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ താരമായി ഉണ്ണിരാജ് ചെറുവത്തൂർ. സഹപാഠി സ്നേഹം വിലമതിക്കാനാവാത്ത അമൂല്യ സമ്പത്താണെന്ന് ഉണ്ണിരാജ്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 2 കിലോയോളം കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. നീലേശ്വരത്തെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.